ഡൽഹിയിലെ അധികാരം നഷ്ടപ്പെട്ടതോടെ മുഖം മിനുക്കാൻ ഒരുങ്ങുകയാണ് ആം ആദ്മി പാർട്ടി. ഡൽഹിയിലെ പാർട്ടി സംവിധാനം ഈ മാസത്തിനുള്ളിൽ തന്നെ പുനഃസംഘടിപ്പിക്കാനാണ് ലക്ഷ്യം. നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ കനത്ത തിരിച്ചടിയാണ് ആം ആദ്മിക്ക് നേരിട്ടത്. 3 MLA-മാരുടെ കൂറുമാറ്റം, പഞ്ചാബിലെ വിമത നീക്കവുമെല്ലാം തന്നെ കനത്ത പ്രഹരമേൽപ്പിച്ചു. മാത്രമല്ല, പരാജയത്തിന് പിന്നാലെ രൂക്ഷമായ ആഭ്യന്തര വിമർശനവും പാർട്ടിയിൽ തലപൊക്കിയിരുന്നു. അതിനാലാണ് തിടുക്കപ്പെട്ട് പുനഃസംഘടനയ്ക്ക് പാർട്ടി തയ്യാറെടുക്കുന്നത്. BJP അവരുടെ മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു തങ്ങൾ, അടുത്ത നീക്കങ്ങൾ ആലോചിക്കുന്നതിന് വേണ്ടി. പക്ഷേ അവർ ദിവസങ്ങൾ എടുക്കുകയാണ്. അതുകൊണ്ടാണ് ഡൽഹിയിലെ പാർട്ടി സംവിധാനത്തിന്റെ പുനഃസംഘടന നടപ്പിലാക്കാൻ ആം ആദ്മി പാർട്ടി തീരുമാനിച്ചിരിക്കുന്നത് എന്നും സംഘടനാ സെക്രട്ടറിമാർ, അധ്യക്ഷന്മാർ, ജില്ലാ അധ്യക്ഷന്മാർ എന്നിവരെല്ലാവരോടും പാർട്ടിക്ക് റിപ്പോർട്ട് സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നും ഫെബ്രുവരി 19-ന് യോഗം നടക്കുമെന്നുമാണ് ആം ആദ്മി പാർട്ടിയുടെ ഡൽഹി കൺവീനറായ ഗോപാൽ റായ് പറയുന്നത്. BJP തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാർഗനിർദ്ദേശങ്ങളെയെല്ലാം ലംഘിച്ചിട്ടും ആം ആദ്മി പാർട്ടിക്ക് 43.6% വോട്ട് നേടാനായി. ആം ആദ്മി പാർട്ടിയേക്കാൾ വെറും 2% വോട്ട് മാത്രമാണ് BJPക്ക് അധികമുള്ളത്. ഡൽഹിയിലെ ജനങ്ങൾ ആം ആദ്മി പാർട്ടിയിൽ വിശ്വാസം പുലർത്തുന്നുവെന്ന് തങ്ങൾ മനസ്സിലാക്കുന്നെന്നും തെരഞ്ഞെടുപ്പ് വിജയിക്കാൻ BJP എല്ലാ അധികാര കേന്ദ്രങ്ങളെയും ദുരുപയോഗം ചെയ്തുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. എല്ലാ ശക്തിയും എല്ലാ സംസ്ഥാനത്തു നിന്നുള്ള നേതാക്കളെയും ഉപയോഗിച്ചു ഈ തിരഞ്ഞെടുപ്പ് വിജയിക്കാനെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പക്ഷേ ഡൽഹിയിലെ ജനങ്ങൾ ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി വോട്ട് ചെയ്തെന്നുമാണ് ഗോപാൽ റായ് പറഞ്ഞു വയ്ക്കുന്നത്. ആം ആദ്മി പാർട്ടി ശക്തമായി പ്രതിപക്ഷമായി പ്രവർത്തിക്കുന്നുവെന്നും ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കുമെന്നും ഗോപാൽ റായ് പറയുന്നുണ്ട്. മുഖ്യമന്ത്രിയെ പ്രഖ്യാപിക്കുന്നത് വൈകുന്നതിനെയും അദ്ദേഹം രൂക്ഷമായി തന്നെ വിമർശിച്ചിരുന്നു. ഡൽഹിയിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തോൽവിക്ക് പിന്നാലെ ആം ആദ്മി പാർട്ടിയിലെ പ്രതിസന്ധി രൂക്ഷമായിരിക്കുകയാണ്. ഡൽഹിയിലെ പരാജയത്തോടെ പഞ്ചാബിലെ രാഷ്ട്രീയ സാഹചര്യവും മാറിമറിഞ്ഞു. പഞ്ചാബിലെ 30 ആം ആദ്മി പാർട്ടി MLA-മാർ രാജ്യഭീഷണി മുഴക്കി രംഗത്ത് വന്നിരുന്നു. മുഖ്യമന്ത്രി ഭഗവത് മാനിനൊപ്പം തന്നെ നീങ്ങാനാവില്ല എന്നായിരുന്നു MLA-മാരുടെ നിലപാട്. നേരത്തെ തന്നെ ആം ആദ്മി പാർട്ടിയിലെ പല MLA-മാരും മുഖ്യമന്ത്രി ഭഗവത് മാനിന്റെ പ്രവർത്തനങ്ങൾക്കെതിരെ വലിയ വിമർശനം ഉന്നയിച്ചിരുന്നു. ഡൽഹി മോഡൽ വാഗ്ദാനങ്ങൾ നൽകിയിട്ടും അത് പാലിക്കാൻ കഴിയുന്നില്ല എന്ന് MLA-മാർ ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. 117 സീറ്റിൽ 92 സീറ്റുകൾ നേടിയാണ് ആം ആദ്മി പാർട്ടി പഞ്ചാബിൽ അധികാരത്തിലെത്തുന്നത്. 28 സീറ്റുകൾ മാത്രമാണ് കോൺഗ്രസിനുള്ളത്. പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയിൽ പിളർപ്പുണ്ടാക്കാനും സംസ്ഥാന സർക്കാരിൽ പുനഃസംഘടന ഉണ്ടാക്കാനും സാധ്യതയുണ്ട് എന്ന് നേരത്തെ പ്രതിപക്ഷ നേതാക്കൾ പ്രവചിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം പഞ്ചാബ് പ്രതിപക്ഷ നേതാവ് പ്രതാപ് സിംഗ് ബജ്വെ സംസ്ഥാനത്തെ ആം ആദ്മി MLA-മാരുമായി വളരെ കാലമായി അടുപ്പം നിലനിർത്തുന്നുണ്ട് എന്ന് അവകാശപ്പെടുകയും ചെയ്തിരുന്നു. അങ്ങേയറ്റം സത്യസന്ധരെന്ന് പറഞ്ഞ് അധികാരത്തിൽ വന്ന പാർട്ടിയുടെ യഥാർത്ഥ മുഖം പഞ്ചാബിലെ ജനങ്ങൾ കണ്ടു കഴിഞ്ഞുവെന്നും ഡൽഹിയിലെ ഫലങ്ങൾ ആം ആദ്മി പാർട്ടിയുടെ അവസാനത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നതെന്നുമെല്ലാം തന്നെ അദ്ദേഹം രൂക്ഷമായി വിമർശിച്ചിരുന്നു. എന്നാൽ 2 വർഷം കഴിഞ്ഞ് പഞ്ചാബിൽ നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ അധികാരത്തിലെത്തിക്കുക എന്നതായിരിക്കും തങ്ങളുടെ ലക്ഷ്യമെന്നാണ് സംസ്ഥാനത്ത് നിന്നുള്ള MLA-മാരോട് ആം ആദ്മി പാർട്ടിയുടെ ദേശീയ കൺവീനറായ അരവിന്ദ് കെജ്രിവാൾ പറഞ്ഞത്. പഞ്ചാബ് മോഡൽ ഭരണ സംവിധാനത്തെ ഉയർത്തിപ്പിടിക്കണം, പദ്ധതികൾ നിന്നു പോകുന്ന അവസ്ഥയുണ്ടാകരുത്. സംസ്ഥാനത്തെ ആം ആദ്മി പാർട്ടി ഭരണത്തിന് സ്ഥിരതയുണ്ട് എന്നുള്ള തോന്നൽ ഉണ്ടാക്കണമെന്നും കേജ്രിവാൾ നിർദ്ദേശിച്ചുവെന്നാണ് വിവരം. ഡൽഹിയിൽ നേരത്തെ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ സർക്കാരിനെ നിലനിർത്തിക്കൊണ്ടു പോകുക എന്നത് ആം ആദ്മിക്ക് പ്രയാസകരമായിരുന്നുവെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നിരവധി കോൺഗ്രസ് നേതാക്കൾ രംഗത്തെത്തിയിരുന്നു. ആം ആദ്മിയുടെ സംസ്ഥാന ഘടകത്തിൽ ഭിന്നിപ്പുണ്ട് എന്നും പ്രചാരണമുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് വേളയിൽ പഞ്ചാബിൽ നിന്നുള്ള MLA-മാരെയും ആം ആദ്മി പ്രചരണത്തിന് ഇറക്കിയിരുന്നു. മൂന്നാമതും അധികാരത്തിലെത്തുമെന്ന ആം ആദ്മി പ്രതീക്ഷകളെ തകർത്തുകൊണ്ടായിരുന്നു 27 വർഷത്തിന് ശേഷം BJP ഡൽഹിയിൽ അധികാരം പിടിച്ചത്. 2020-ൽ കേവലം 8 സീറ്റ് മാത്രം നേടിയ BJP ഇത്തവണ സീറ്റ് നേട്ടം 48 ഉയർത്തി. എന്നാൽ 62 സീറ്റുണ്ടായിരുന്ന ആം ആദ്മിയുടെ സീറ്റ് നില 22-ലേക്ക് ചുരുങ്ങുകയും ചെയ്തു. ആം ആദ്മിയുടെ പ്രധാന നേതാക്കളായ അരവിന്ദ് കെജ്രിവാൾ, മനീഷ് സിസോദിയ, സൗരഭ് ഭരദ്വാജ്, ദുർഗേഷ് പഥക് തുടങ്ങിയ എല്ലാ നേതാക്കളും ദയനീയമായി തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുകയുമായിരുന്നു. ഡൽഹി മുഖ്യമന്ത്രിയും അതേസമയം തന്നെ ആം ആദ്മിയുടെ ദേശീയ കൺവീനറുമായ അരവിന്ദ് കെജ്രിവാളിനേറ്റ വലിയ പരാജയം അത് യഥാർത്ഥത്തിൽ ആം ആദ്മിക്ക് വലിയ തിരിച്ചടി തന്നെയായിരുന്നു. മാത്രമല്ല, മറ്റ് കൂടെ നിന്നിരുന്ന ഉപമുഖ്യമന്ത്രിമാരടക്കമുള്ള പ്രമുഖ നേതാക്കൾക്കെല്ലാമേറ്റ പരാജയം ആം ആദ്മി പാർട്ടിയെ വളരെ കാര്യമായി തന്നെ ബാധിക്കുകയും ചെയ്തു. ശേഷമായിരുന്നു പഞ്ചാബിൽ നിന്നുള്ള 30 MLA-മാരുടെ വിമത നീക്കമെല്ലാം തന്നെ. ആ വിമത നീക്കത്തെ കൂടെ കൂട്ടാനായിട്ട് അല്ലെങ്കിൽ ആ വിമത നീക്കത്തിന് ശക്തി പകരാനും രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താനും കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും തീവ്ര ശ്രമങ്ങളും ഉണ്ടായിരുന്നു. ശേഷം ഇപ്പോൾ ഡൽഹിയിൽ നിന്നും 3 MLA-മാർ കൂറുമാറുമ്പോൾ യഥാർത്ഥത്തിൽ ആം ആദ്മിയുടെ കാലിടറുക തന്നെയാണ്.
അതുകൊണ്ട് തന്നെയാണ് വളരെ തിടുക്കപ്പെട്ട ഒരു പുനഃസംഘടന. എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചുകൊണ്ട് പുതിയ നേതാക്കളെ തലപ്പത്തേക്ക് കൊണ്ടുവന്നുകൊണ്ട് ഒരു പുതിയ ഭരണത്തിലേക്കാണ് ആം ആദ്മി ലക്ഷ്യം വെക്കുന്നത്. മാത്രമല്ല കൃത്യമായ പ്രതിപക്ഷ ഇടപെടലുകളും ഉണ്ടാകുമെന്ന് ആം ആദ്മി ഉറപ്പ് നൽകുന്നുണ്ട്. ഇനി ഒരർത്ഥത്തിൽ ആം ആദ്മിയെ സംബന്ധിച്ച് 2 വർഷങ്ങൾക്ക് ശേഷം പഞ്ചാബിൽ നടക്കാനിരിക്കുന്ന തെരഞ്ഞെടുപ്പ് തന്നെയാണ് മുഖ്യം. കാരണം ബീഹാറിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ ആം ആദ്മിയെ സംബന്ധിച്ച് വലിയ റോൾ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. കേവലം ഡൽഹിയിലും പഞ്ചാബിലുമാണ് ആം ആദ്മി തങ്ങളുടെ കരുത്തെല്ലാം തന്നെ തെളിയിച്ചിട്ടുണ്ടായിരുന്നത്. ഒരു ഭരണം പിടിച്ചെടുക്കുക, അധികാരത്തിലേക്ക് എത്തുക എന്ന ലക്ഷ്യങ്ങളെല്ലാം തന്നെ ഉണ്ടായിരുന്നതും ഡൽഹിയിലും പഞ്ചാബിലും മാത്രമായിരുന്നു. ഇനി 2 വർഷങ്ങൾക്ക് ശേഷം നടക്കാനിരിക്കുന്ന പഞ്ചാബ് തെരഞ്ഞെടുപ്പിൽ കൂടി ആം ആദ്മിക്ക് ലക്ഷ്യം പിഴയ്ക്കുകയാണ് എങ്കിൽ അതൊരർത്ഥത്തിൽ ആം ആദ്മിയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയായിരിക്കും. കേവലം പാർട്ടി രൂപീകരണത്തിന് ശേഷം 1 വർഷം പിന്നിടുമ്പോഴാണ് ആം ആദ്മി പാർട്ടി ആദ്യമായിട്ട് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിലേക്ക് കടക്കുന്നത്. അതിനുശേഷം ആം ആദ്മിയെ സംബന്ധിച്ച് വലിയ വിജയം തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് എന്നും പറയാം. അത് ഡൽഹിയിൽ മാത്രമല്ല, പിന്നീട് ആം ആദ്മി മത്സരിച്ച എല്ലായിടങ്ങളിലും ആം ആദ്മിയെ സംബന്ധിച്ച് വലിയ നേട്ടങ്ങളുണ്ടായിരുന്നു. ഇവിടെയെല്ലാം തന്നെ ആം ആദ്മിയുടെ പ്രധാന ആശയം എന്ന് പറയുന്നത് അഴിമതിക്കെതിരെയുള്ള രാഷ്ട്രീയമായിരുന്നു. പക്ഷേ അവസാന ലാപ്പിൽ BJP തിരിഞ്ഞുകുത്തിയതോടെയാണ് ആം ആദ്മിയെ സംബന്ധിച്ച് പ്രതിസന്ധിയിലായത്. അഴിമതിക്കെതിരെയാണ് തങ്ങളുടെ പോരാട്ടം എന്ന് പറഞ്ഞ ആം ആദ്മിയെ അഴിമതിയിൽ മുക്കുന്ന തരത്തിലായിരുന്നു പിന്നീടുള്ള കാര്യങ്ങളെല്ലാം തന്നെ സംഭവിച്ചത്. അരവിന്ദ് കെജ്രിവാളിനെയും മനീഷ് സിസോദിയെയും എല്ലാം തന്നെ ജയിലിൽ അടയ്ക്കാൻ ഇതേ അഴിമതി എന്ന തുറുപ്പുചീട്ട് BJP ഉപയോഗിക്കുകയും ചെയ്തു. അവസാന നിമിഷത്തിൽ അരവിന്ദ് കെജ്രിവാളിന്റെ ബംഗ്ലാവിൽ പോലും, അതായത് മുഖ്യമന്ത്രി മന്ദിരത്തിൽ പോലും വലിയ തരത്തിലുള്ള നവീകരണ പ്രവർത്തനങ്ങൾ നടത്തി 75 കോടിയോളം രൂപയുടെ നവീകരണ പ്രവർത്തനങ്ങൾ നടത്തിയെന്ന വിമർശനം ഉന്നയിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. മാത്രമല്ല മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ലക്ഷക്കണക്കിന് രൂപകൾ കണ്ടെടുത്തു എന്നുള്ള വാർത്തകൾ പരന്നതെല്ലാം തന്നെ യഥാർത്ഥത്തിൽ ജനങ്ങളെ വലിയ സാരമായി തന്നെ ബാധിക്കുന്നുണ്ട്, ജനങ്ങളുടെ വിശ്വാസ്യതയെ തകർക്കുന്നുണ്ട്. ഇവയെല്ലാം തന്നെയായിരുന്നു യഥാർത്ഥത്തിൽ ആം ആദ്മിയുടെ പതനത്തിലേക്ക് നയിച്ചത് എന്നും പറയാം. മാത്രമല്ല BJPയെ സംബന്ധിച്ച് വാഗ്ദാനങ്ങൾ നൽകുന്നതിൽ ഒരു പടിക്ക് മുന്നിൽ തന്നെ ആയിരുന്നു എന്നതും ശ്രദ്ധേയം തന്നെയാണ്. കൃത്യമായി തന്നെ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ ബജറ്റ് അവതരിപ്പിക്കാനും ആ ബജറ്റിൽ ഡൽഹിയിലെ തന്നെ 63% വരുന്ന മധ്യവർഗത്തെ കൂടെ കൂട്ടുന്ന തരത്തിലേക്ക് ബജറ്റ് അവതരിപ്പിക്കാനും സാധിച്ചു എന്നതും ശ്രദ്ധേയം തന്നെയാണ്.